എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പലർക്കും സ്വയംഭോഗത്തിന് ശേഷമോ അല്ലെങ്കിൽ വീഴ്ചയുടെ ശേഷമോ ഒക്കെ ലിംഗത്തിൽ വേദന അനുഭവപ്പെടുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വേദന അനുഭവപ്പെടുന്നവർ ഇനി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന സംഭവിക്കുന്നത് സ്ത്രീക്കും പുരുഷനും സാധാരണമാണ്. അതിനാൽ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന ചെറിയ രീതിയിൽ പുരുഷനുണ്ടാകുന്നതും സർവ്വസാധാരണമാണ്. ചിലപ്പോൾ വേണ്ടത്ര ലൂബ്രിക്കേഷൻസ് സ്ത്രീയിലും പുരുഷനിലും ഉണ്ടാവാത്ത കാരണം കൊണ്ടും സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ വേദന സംഭവിക്കാം. പിന്നെ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് മലദ്വാരത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊസിഷൻ ട്രൈ ചെയ്യുമ്പോഴോ ലിംഗം ചെറിയ രീതിയിൽ വളവുണ്ടാകുകയോ ആയാസം അനുഭവപ്പെടുകയോ ചെയ്യുമ്പോൾ ലിംഗത്തിൽ വേദന ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അടുത്തതായി സ്വയംഭോഗം ചെയ്യുമ്പോൾ ഹാർഡായി സ്വയംഭോഗം ചെയ്യുന്നത്, അതായത് അമിതമായി ലിംഗത്തിൽ സ്ട്രെങ്ത് ഊണ്ടി നിങ്ങൾ ലിംഗം ഹാർഡായി ചെയ്യുമ്പോൾ ലിംഗത്തിൽ വേദന അനുഭവപ്പെടുന്നത് സാധാരണയാണ്. അതുപോലെ ലിംഗത്തിൽ അഗ്രചർമ്മം പുറകോട്ടാവാത്ത അവസ്ഥയുള്ളവർക്കും ലിംഗത്തിൽ വേദന അനുഭവപ്പെടാം. എന്നാൽ ഇവയെല്ലാം സർവ്വസാധാരണമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ, അഥവാ ലിംഗത്തിൻ്റെയോ വൃഷണത്തിൻ്റെയോ ഭാഗത്ത് അമിതമായ ചൊറിച്ചിൽ പല കാരണങ്ങളും കൊണ്ട് സംഭവിക്കാം. ശരിയായ രീതിയിലുള്ള ഹൈജീൻ ഇല്ലാത്ത അവസ്ഥ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് ബന്ധത്തിന് ശേഷം തന്നെ നിങ്ങൾക്ക് നന്നായി ലിംഗം വാഷ് ചെയ്ത് നിങ്ങൾക്ക് വൃത്തിയായി സൂക്ഷിക്കുക. ലിംഗത്തിലോ വൃഷണത്തിലോ നീർക്കെട്ട് പോലെയുള്ള തടിപ്പ് ഇവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലിംഗത്തിൽ നിന്ന് നിറവ്യത്യാസം ഉണ്ടാകുന്നത്, അഥവാ ചലം പോലെ ഒലിക്കുകയോ അതിൽ ലൂബ്രിക്കേഷനിൽ നിറവ്യത്യാസം കാണപ്പെടുകയോ ചെയ്താൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. അതുപോലെ സ്ഥിരമായി വീഴ്ചയിൽ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വൈദ്യസഹായം തേടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം അവസ്ഥയുള്ളവർ കൂടുതൽ ഇത് വെച്ച് താമസിപ്പിക്കരുത്. പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടാൻ ശ്രമിക്കണം. കാരണം ഇത് ഒരു പരീക്ഷണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ പല വിധത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും പിന്നീട് അനുഭവിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.